നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി മെയ് 4 തീയതി വോട്ടെണ്ണൽ പ്രതീക്ഷിച്ച് ജനം കാത്തിരിക്കുന്നു. 4 തീയതി ഒരു 4 മണിയോടുകൂടി ആരായിരിക്കും ഇനി കേരളം ഭരിക്കുക എന്നുള്ളൊരു വ്യക്തമായ ചിത്രം കിട്ടും. അതുവരെയും എല്ലാ മുന്നണികളും കൂട്ടലും കിഴിക്കലും തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ അത്ര ഭൂരിപക്ഷം കിട്ടില്ല എന്നുണ്ടെങ്കിലും 70-75 സീറ്റുകളെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടി വീണ്ടും തുടർ ഭരണത്തിൽ വരാൻ സാധിക്കും എന്നുള്ള കണക്കുകൂട്ടലിലാണ് AKG സെന്ററും പിണറായി വിജയൻ ക്യാമ്പും. എന്നാൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി 10 വർഷത്തെ പിണറായി വിജയന്റെ കിരാത ഭരണത്തിന് ചുവപ്പ് വരയിട്ടുകൊണ്ട് UDFന്റെ മന്ത്രിസഭ അധികാരത്തിൽ വരും എന്നാണ് കോൺഗ്രസും UDFന്റെ ഘടകകക്ഷികളും അവകാശപ്പെടുന്നത്. BJPയും നിർണായകമായ സ്വാധീനം ഇക്കുറി നിയമസഭയിൽ ഉണ്ടായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെലുത്തിയിരിക്കും. നിയമസഭയിൽ ഇക്കുറി BJPയുടെ ചുരുങ്ങിയത് 5 MLA-മാരെങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് അവരുടെയും അവകാശവാദങ്ങൾ. അവകാശവാദങ്ങൾ എന്ത് തന്നെയായാലും എന്തായിരിക്കും ഇക്കുറി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്. എന്നാൽ ഇതിനോടകം തന്നെ UDFന് മന്ത്രിസഭ കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് നിന്നായിരിക്കും മുഖ്യമന്ത്രി. അത് തന്നെയാണ് പതിവ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് രംഗത്ത് വരും. ഉപമുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗിന് കൊടുക്കും. എന്നാൽ കോൺഗ്രസിനകത്ത് നിന്നായിരിക്കും മുഖ്യമന്ത്രി. ഈ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ കോൺഗ്രസിൽ വലിയ ബഹളങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന ചില വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത് ഇടതുപക്ഷ ക്യാമ്പിന്റെ ചില PR വർക്കുകൾ മാത്രമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയും AICC വക്താവായ KC വേണുഗോപാലുമെല്ലാം തുറന്നടിച്ചത്. ഈ 3 പേരെ ചൊല്ലി തന്നെയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി വിവാദം ഉയർന്നു വരുന്നത്. അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഇക്കുറി UDFന് ടീം UDF എന്ന രീതിയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കുകയും VD സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നതിന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും UDFനെ ക്രമാതീതമായ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ കേരളത്തിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ നിന്നാൽ വിജയമുണ്ടാകും എന്നെല്ലാം കൃത്യമായി കണക്ക് കൂട്ടി തന്നെ UDF സ്ഥാനാർത്ഥികളെ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയി UDFന് ഒറ്റക്കെട്ടോടുകൂടി തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കുവാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് VD സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് UDFന് മന്ത്രിസഭ കിട്ടിയാൽ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്നാണ് VD സതീശൻ ക്യാമ്പ് പറയുന്നത്. എന്നാൽ കേരളത്തിലെ സീനിയർ നേതാവായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ കരുണാകരന്റെ കാലത്ത് തന്നെ കരുണാകരന്റെ വിശ്വസ്തൻ എന്ന രീതിയിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് തന്നെയായ രമേശ് ചെന്നിത്തല ആയിരിക്കണം മുഖ്യമന്ത്രി എന്ന് രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പ് പറയുന്നു. എന്നാൽ KC വേണുഗോപാലിന്റെ അവകാശവാദങ്ങൾ പോലെ തന്നെ ഇക്കുറി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തില്ലാത്ത ഒരാളായിരിക്കും UDFന് മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ അധികാര കേന്ദ്രങ്ങളിൽ ഉണ്ടായിരിക്കുക എന്നാണ് KC വേണുഗോപാൽ ഒരിക്കൽ തെരഞ്ഞെടുപ്പിന് മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. അങ്ങനെയെങ്കിൽ KC വേണുഗോപാൽ തന്നെയായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുക എന്ന് KC ക്യാമ്പും വിലയിരുത്തുന്നു. ഇതിന് ഉപോത്ഫലകമായി ചില വാർത്തകൾ പുറത്തു വരുന്നു. SNDP ജനറൽ യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഇന്നലെ KC വേണുഗോപാൽ ആയിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം താല്പര്യപ്പെട്ടത്. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കേരളത്തിൽ കോൺഗ്രസിനകത്ത് നടക്കുന്ന വിവാദങ്ങളെല്ലാം വ്യർത്ഥമാണ്. ചുരുങ്ങിയ ഭൂരിപക്ഷത്തിനെങ്കിലും LDF ജയിച്ച് വീണ്ടും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ അധികാരത്തിൽ വരികയാണെങ്കിൽ കോൺഗ്രസിന്റെ ഈ അവകാശവാദങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്ന ചക്കളത്തി പോരെല്ലാം നാറിപ്പോകും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. KC വേണുഗോപാലാണ് കേരളത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയത്. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ അത് വ്യക്തമാക്കിയത് എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് KC വേണുഗോപാലിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശനെ ഇറക്കിയിരിക്കുന്നത് പിണറായി വിജയൻ എന്നാണ് പറയപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ വക്താവും അല്ലെങ്കിൽ AICCയുടെ വക്താവുമായ KC വേണുഗോപാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ പിണറായി വിജയനും ഇടതുപക്ഷത്തിനും എതിരെയുള്ള കേസുകൾ കുത്തിപ്പൊക്കുവാൻ KC വേണുഗോപാൽ ഒരു തരത്തിലുള്ള മടിയും കാണിക്കില്ല. അപ്പോൾ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ രംഗത്തിറക്കി കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് അത് കൃത്യമായ ഒരു ഭിന്നതയുണ്ടാകും. കാരണം വെള്ളാപ്പള്ളി നടേശനോട് കടുത്ത ശത്രുതയും ഭിന്നതയും വച്ചു പുലർത്തുന്ന കോൺഗ്രസിനകത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ UDFനകത്തെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങളെ പുച്ഛിച്ചു തള്ളുകയും രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആള് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹൈക്കമാൻഡിന്റെ വക്താവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന് താല്പര്യമില്ല എന്നറിയുന്നു. അങ്ങനെയെങ്കിൽ രണ്ടാമനായി രമേശ് ചെന്നിത്തലയെ അല്ലെങ്കിൽ VD സതീശനെ നിർദ്ദേശിക്കപ്പെടുമ്പോൾ നിലവിലുള്ള MLA-മാരുടെ ബലാബലം നോക്കുമ്പോൾ VD സതീശനായിരിക്കും കൂടുതൽ പ്രാമുഖ്യം.
അതുകൊണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി പിണറായി വിജയനുമായി വളരെ സോഫ്റ്റ് കോർണർ ബന്ധം വച്ച് പുലർത്തുന്ന വി ഡി സതീശനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുന്നതിന് വേണ്ടി പിണറായി വിജയനാണ് വെള്ളാപ്പള്ളിയെ ഇറക്കി ഇത്തരത്തിലൊരു കളി കളിക്കുന്നത് എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ കഴിയില്ല. എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ ഇറക്കി കെ സി വേണുഗോപാലിന് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം കെ സി വേണുഗോപാലിന് കൊടുക്കണം എന്ന തരത്തിലുള്ള ഒരു കളി നടത്തുന്നത് അത് കള്ളക്കളിയാണ്, ഗൂഢതന്ത്രമാണ്, ചരടുവലിയാണ്. വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുന്നതിന് വേണ്ടി, അതായത് യു ഡി എഫിന് മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ വി ഡി സതീശനായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള പിണറായി വിജയന്റെ താല്പര്യത്തിന് അനുസൃതമായി തന്നെയാണ് പിണറായി വിജയന്റെ ദല്ലാൾ അല്ലെങ്കിൽ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോൾ രംഗത്തിറക്കിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് യഥാർത്ഥ വസ്തുത എന്നറിയില്ല. എന്നാൽ വെള്ളാപ്പള്ളിയുടെ ജൽപ്പനങ്ങളെ കേരളത്തിലെ കോൺഗ്രസ്സുകാരും യു ഡി എഫ് നേതൃത്വവും പുച്ഛിച്ചു തള്ളുക എന്ന് മാത്രമാണ് നടക്കുന്ന ഒരു സംഭവം എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുക. കാരണം വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, വോട്ട് പെട്ടിയിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി 4-ാം തീയതി മാത്രമാണ് വോട്ട് ആർക്കൊക്കെ അനുകൂലമായാണ് കേരളം വിധി എഴുതിയിരിക്കുന്നത് എന്നറിയാൻ സാധിക്കൂ. എന്നാൽ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ്. യു ഡി എഫിലെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെയും തെരഞ്ഞെടുക്കപ്പെടുന്ന എംഎൽഎമാരുടെയും എല്ലാം അഭിപ്രായം ആരായും. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിനെ ചൊല്ലി ഉയരുന്ന വിവാദത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ഇറക്കി കളിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ പിണറായി വിജയന്റെയും വെള്ളാപ്പള്ളിയുടെയും ഇത്തരത്തിലുള്ള ചരടുവലിയും പാവകളിയും ഒന്നും കേരളത്തിലെ യു ഡി എഫിനകത്ത് വില പോകില്ല എന്നാണ് ഇപ്പോൾ യു ഡി എഫ് അടുത്ത നേതൃത്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. അല്ല, വി ഡി സതീശൻ കഷ്ടപ്പെട്ട് അങ്ങനെ കുറെ ടി വിയിൽ കുറെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പുറകിൽ നിന്ന് മുഴുവൻ കളിപ്പിച്ചതും അതിൻ്റെ ഫൈനാൻഷ്യൽ കൺട്രോളും സ്ഥാനാർത്ഥി നിർണ്ണയം പ്രശ്നങ്ങളുള്ളപ്പോഴെല്ലാം പറഞ്ഞു തീർത്തതും എല്ലാം വേണുഗോപാലാണ്.